അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ശരിയാണെന്നല്ലേ അർത്ഥം അല്ലേ? അല്ല ഇത് ശരിയാണെന്നല്ലേ? അത് പറയാ ഇത് ശരിയാണെന്നല്ലേ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? അല്ല അത് ശരി, അതങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുന്നില്ലേ? അതിനൊന്നും ഇല്ലേ? അല്ല അതും കൂടി പറയുന്നുണ്ടെങ്കിലേ നമുക്കത് കൂട്ടി വെക്കാലോ അങ്ങനെയാണെങ്കിൽ. ഞാൻ പറയാലോ, എന്താ നിങ്ങൾ ബേജാറാവും? ബേജാറാക്കല്ലേ കോയ, നമ്മളും കോഴിക്കോട്ടങ്ങാടിയെന്നാ. നമുക്കത് കൂട്ടി വെക്കാലോ അങ്ങനെയാണെങ്കിൽ. ഞാൻ പറയാലോ, എന്താ നിങ്ങൾ ബേജാറാവുന്നു? ഞാൻ പറയുന്നത് വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ. എത്ര സമയമായി പറഞ്ഞു? 1 മണിക്കൂർ. 1 മണിക്കൂർ. ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്. ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്കറിയണോ? വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട, നമുക്ക് പോവാം. അപ്പൊ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ഇതിനെ കൂടി മറുപടി. ഏതാ ചെറുപ്പക്കാരൻ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ? അനിൽകുമാർ. ഏത് ചാനലാ? ഇപ്പൊ റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ. അതല്ല സാറേ, അല്ല ഇപ്പൊ എല്ലാ ചാനലും ചിരിക്കുമല്ലോ, എന്തായാലും ചിരിക്കുമല്ലോ, എല്ലാരും പറഞ്ഞിരിക്കല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ല. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്നും സന്തോഷമുള്ളൂ.